ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ല നമ്മുടെ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ ഒരു ഐക്കണാണ് ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. കടലും കായലും പുഴകളും തോടുകളും എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ ജില്ലേനെ എല്ലാവരും വിളിക്കുന്നത്. അത് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെങ്കിലും ശരി, സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെങ്കിലും ശരി. നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഈ പറയുന്ന ആലപ്പുഴ ജില്ലയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ നമ്മുടെ കുട്ടനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു പ്രദേശത്തിന് ആകപ്പാടൊരു കുറവ് എന്ന് പറയാനുള്ളത് ഒരു വെള്ളച്ചാട്ടമില്ല. അത് മാത്രമേ ഒരു കുറവായിട്ടുള്ളൂ. പക്ഷേ നമുക്കറിയാം, കുട്ടനാടിന്റെ ലാൻഡ്സ്കേപ്പ് അത് സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുട്ടനാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി ഞങ്ങളുടെയൊക്കെ സ്ഥലം കഴിഞ്ഞ് ഈ ഏറ്റുമാനൂർ അങ്ങോട്ടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയിട്ട് ഇടുക്കിയിലോട്ടൊക്കെ പോകുമ്പോൾ വലിയ രീതിക്കുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു ലാൻഡ്സ്കേപ്പാണ്, അല്ലെങ്കിൽ ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ വെള്ളച്ചാട്ടം വരുന്നത്. എന്നാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബീച്ചിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫെസ്റ്റ് നടന്നു. ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു കൃത്രിമ വെള്ളച്ചാട്ടം അവിടെ നിർമ്മിച്ചു. കടൽ ജലം ശുദ്ധീകരിച്ച് വലിയ ടാങ്കുകളിൽ സംഭരിച്ച് ഭൂമിക്കടിയിൽ വെച്ചിട്ട് അത് പമ്പ് ചെയ്താണ് ഈ കൃത്രിമ വെള്ളച്ചാട്ടം അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. അതൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിട്ടിരിക്കുന്ന ചാനൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളതൊന്ന് കണ്ടുപോകുക. ഫ്രണ്ട്സ്, നമ്മൾ ഈ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ വണ്ടർഫോൾസ് വന്നിട്ടുണ്ട്. 199 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 150 രൂപയാണ് ടിക്കറ്റ്. നമ്മളിവിടെ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ട് വന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്ര നേരം വേണേലും എൻജോയ് ചെയ്യാം. ഇവിടുന്നും വാങ്ങാൻ കിട്ടും. 6 മണി കഴിഞ്ഞാൽ ലൈറ്റും കൂടി വന്നാൽ ഒരു രക്ഷയുമില്ല. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ക്ലോറിനേറ്റ് ചെയ്ത ഉപ്പുവെള്ളമാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഫ്ലവേഴ്സ് കൊണ്ട് കുറേ ഡെക്കറേഷൻസും കുറേ സ്റ്റോളുകളും കുറേ റൈഡുകളും ഒക്കെ ഉണ്ട്. വന്ന് എൻജോയ് ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. ഈ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം രൂപീകരിച്ച സ്ഥലത്ത് ഫ്ലവർ ഷോ, അതുകൂടാതെ കുറേയധികം കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വൻ പരിപാടി തന്നെയാണ് നടത്തിയത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് കടൽ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ട് അതാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോസ് ഇത്തരത്തിൽ ധാരാളം ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ടു. അത് കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ഒഴുകിയെത്തി ധാരാളം ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ പിഴവായിരിക്കാം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചായിരിക്കും ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. മറ്റൊന്നുമല്ല, ഈ ഒരു കടൽ ജലം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച ജലം സംഭരിച്ചു വെച്ചിരുന്ന ഭൂമിക്കടിയിലായിരുന്നു. അത് ഒരു കൃത്രിമമായിട്ടൊരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തായിരുന്നു സംഭരിച്ചു വെച്ചിരുന്നത്. ഇതിന് സമീപത്ത് തന്നെ ഇവർ ഈ പോർട്ടബിൾ ടോയ്ലറ്റുകൾ അത് സ്ഥാപിച്ചു. അതിൻ്റെ എല്ലാം ടാങ്കുകളിൽ ഈ പറയുന്ന ഭൂമിക്കടിയിലാണ് ഇരിക്കുന്നത്. ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം, അല്ലെങ്കിൽ ആ മാലിന്യം, അത് ലീക്കായി ഈ കടൽ ജലം ക്ലോറിനേറ്റ് ചെയ്തതിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് കോളിഫോം ബാക്ടീരിയ അത് ഫോം ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. ആയിരങ്ങൾ വന്നുപോയ ആലപ്പുഴ വണ്ടർ ഫാൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനമാക്കപ്പെട്ട ജലം. കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി കരുതിയിരുന്ന ജലത്തിന്റെ സാമ്പിളുകളിൽ നിന്ന് വൻതോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 100 മില്ലിലിറ്റർ ജലത്തിൽ 1000-ൽ പരം ബാക്ടീരിയകൾ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു. കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ ഇടത്ത് സ്ഥാപിച്ച കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യവും ഭൂഗർഭ ജലവുമായി കലർന്നിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ആലപ്പുഴ ബീച്ചിൽ വേനലവധി കാലത്ത് 2 മാസക്കാലമായി നടന്ന ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങളടക്കം നടന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, കടൽ തീരത്താണ് ഇത്രയും വലിയൊരു നിർമ്മിതി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ മിസ്റ്റേക്ക്. കാരണം ശക്തമായിട്ടുള്ള കാറ്റും മറ്റു കാര്യങ്ങളും ഈ കടൽ തീരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു നിർമ്മിതി യാതൊരു ബാക്കപ്പും ഇല്ലാതെ അവിടെ നിർമ്മിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ അതിനുള്ള പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം പറ്റുന്നില്ല, ഇത്ര അധികം ആളുകൾ വരുന്നതാണ്, ഇത്ര അധികം മാലിന്യങ്ങൾ ഒരു അറ്റ് ടൈമിൽ സ്ഥിരം വരുന്നതിൽ കൂടുതലുള്ള മാലിന്യങ്ങൾ അവിടേക്ക് വരുമ്പോൾ തന്നെ ധാരാളം വിഷയങ്ങൾ അവിടെ ഉണ്ടാകും പാരിസ്ഥിതികമായിട്ടുള്ളത്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കണ്ടു നോക്കാം. അതിനുശേഷം
വലിയ മാലിന്യ പ്രതിസന്ധിയാണ് ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളിലും നേരിടുന്നത് എന്നുള്ളതാണ്. വലിയ CRZ ലംഘനങ്ങൾ ഉൾപ്പെടെ നടന്നു പലയിടങ്ങളിലും. അതിൽ ഏറ്റവും നിർണായകമായിരുന്നത് ആ ബീച്ചിന്റെ ആ മണലിൽ കുഴിക്കക്കൂസുകൾ ഇറക്കി, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയ പ്രദർശനത്തിൽ കുഴിക്കക്കൂസുകൾ ഇറക്കിയാണ് ബീച്ചിൽ അത്തരത്തിലൊരു സൗകര്യം ഏർപ്പാട് ചെയ്തത് എന്നുള്ളതായിരുന്നു. അതിന് സാധൂകരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഡയറക്ടർ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ക്യൂനോ അടക്കമുള്ള ജീവനക്കാർ വന്നിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി ഗവേഷണം നടത്തുന്ന ജീവനക്കാരും അതിനോടൊപ്പം ഗവേഷണ കേന്ദ്രത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ സിയാൻ എന്ന കമ്പനി ഒരുക്കിയ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ഇടത്തു നിന്നും അവിടുത്തെ കുഴൽക്കിണറിന്റെ ഭാഗമായി ശേഖരിച്ച വെള്ളം കൂടി അതിന്റെ സാമ്പിളുകൾ കൂടി അവർ എടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതായത് സോറി, എനിക്കൊരു മിസ്റ്റേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുഴൽക്കിണർ അടിച്ചിട്ടാണ് ഇവരെ ഈ വെള്ളം കളക്ട് ചെയ്തത്. ഈ കുഴൽക്കിണർ നിർമ്മിച്ചതിൻ്റെയൊക്കെ പരിസരത്തായിട്ടാണ് ഈ പറയുന്ന കുഴിക്കക്കൂസുകൾ, അതായത് പോർട്ടബിൾ ആയിട്ടുള്ള കക്കൂസുകൾ കൊണ്ട് സ്ഥാപിച്ചിട്ട് അതിൻ്റെ കുഴി ഈ ഭൂമിയിലേക്ക് മണ്ണിനകത്തോട്ട് തന്നെയായിരുന്നു ഇറക്കിയിരുന്നത്. ആ ഒരു മാലിന്യം നേരെ ഈ കുഴൽക്കിണറിനകത്തോട്ടാണ് വന്ന് കയറിയത്. അതായത് നമുക്കൊരു സ്വാഭാവികം അറിയാം, നമ്മുടെ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ പോലും നമ്മുടെ കിണറുകൾ കുത്തരുത്, അല്ലെങ്കിൽ ജലാശയങ്ങൾ പാടില്ല എന്നൊരു നിയമമുണ്ട്. ജലാശയങ്ങളുടെ 100 മീറ്റർ 50 മീറ്ററോ 10 മീറ്ററോ പരിസരത്തൊന്നും ഈ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കരുതെന്നാണ് ചട്ടമുള്ളത്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ പാലിക്കപ്പെടാറില്ല. നമ്മുടെ ഇവിടെ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണ് ഏതൊരു നിയമം കൊണ്ടുവന്നാലും അതിനെ ലംഘിക്കുക. അത് പൗരസ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിനകത്തോട്ട് ഭരണഘടനയൊന്നും കടന്നു കയറല് അല്ലെങ്കിൽ സർക്കാർ കടന്നു കയറല് എന്നൊക്കെ പറയും. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യല്ല് എന്ന് പറയുന്നു എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കുഴിക്കക്കൂസുകളുടെ എല്ലാം തന്നെ കുഴികൾ ഈ മണ്ണിലടിയിലേക്കായിരുന്നു പോരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തി അത് യൂസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ എല്ലാം മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് അരിച്ചിറങ്ങി അത് നേരെ ഈ കുഴൽ കിണറിനകത്തോട്ടാണ് പോയിരിക്കുന്നത്. അന്നേരം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കോളിഫോം ബാക്ടീരിയ ഫോം ആവും. ഇപ്പോൾ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം 2 or 3 ആളുകൾ ചികിത്സ തേടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ആളുകൾ. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പരിശോധനകളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിന് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സമുച്ചയം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വാഭാവികമായിട്ടും അത് ഭൂമിക്കടിയിലേക്കാണ് ഈ സാധനം കുഴിച്ചിറക്കുക എന്നറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഗ്രാഹ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ഇവർ കുഴൽക്കിണർ അടിച്ചതിൻ്റെ സമീപത്തെല്ലാം തന്നെ ഈ കുഴിക്കക്കൂസുകൾ വെക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കോളിഫോം ബാക്ടീരിയ ഈ പറയുന്ന കുഴൽക്കിണറിലെ ജലത്തിനകത്ത് ഫോം ആവും എന്ന കാര്യത്തിനകത്തും ഇവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥർക്കും ഒന്നിനെക്കുറിച്ചും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞതാണ്, മറ്റേ നെടുമങ്ങാട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർക്ക് എന്താണ് താൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പോലും അറിയത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാക്കാനേ സമയമുണ്ട്, അല്ലാതെ അതിൻ്റെ മേലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സമയമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം നികുതിപ്പണം കൊണ്ട് ചുമ്മാ കുറേ പേർ തീറ്റിപ്പോരുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയെന്നാ, ബൈ.